ഫസ്റ്റ് ബാക്ക് പാർട്ട് തയ്ച്ചെടുക്കാം ബ്ലൗസിൻ്റെ. ഇത് നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടില്ലേ, അത് ഫസ്റ്റ് ഇങ്ങനെ മടക്കി ഒരു മടക്കം കൂടെ മടക്കും. എന്നിട്ട് കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കും. കഴിക്കാനുള്ള സ്റ്റിച്ചാണ് കേട്ടോ. ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ആയതുകൊണ്ട് ഇവിടെ കൈറ്റിന് വേണം. കണ്ടില്ലേ, ഞാൻ അടിച്ചിട്ടുണ്ട്. ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് ടക്കടിക്കാം. ഇത് മെയിൻ ടക്കാണ്. ഒരു ഇഞ്ച് വീതിയിൽ. കണ്ടില്ലേ, അടുത്ത സെൻറ്ററിൽ ടക്ക് 1/2 ഇഞ്ച് വീതിയിൽ. അടുത്തത് ഹോളിൻ്റെ ടക്ക്. കണ്ടില്ലേ, ഇങ്ങനെ ഉണ്ട്. അതുപോലെ അടുത്തത് നമ്മൾ തയ്ച്ചെടുക്കാം. അപ്പോൾ നെക്കിലേക്ക് വേണ്ട പൈപ്പിങ്, ഹുക്ക് വയ്ക്കാനുള്ള ഒരു പീസ്, പിന്നെ ബ്ലൗസിൻ്റെ കട്ടിങ്. അതാണ് ബ്ലൗസിൻ്റെ കട്ടിങ്. പിന്നെ ഇങ്ങനെ തയ്ക്കുന്നേക്കാം. ബ്ലൗസിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വരുന്ന ഭാഗത്താണ് ആദ്യം തയ്ക്കേണ്ടത്. അടുത്ത 3 പീസ് വയ്ക്കുമ്പോഴും 3 പീസായിട്ടാണ് വെക്കേണ്ടത്. ഈ സൈഡിൽ വരുന്ന ഈ ഭാഗം തയ്ച്ചെടുക്കും.
തിരിച്ചുകൊണ്ടുവരിക. തിരിച്ചു കൊണ്ടുവന്നിട്ട് ഒരു പീസ് മാത്രം ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ വലിച്ചടിക്കുക. കണ്ടില്ലേ? ഇനി ഇവിടെ വരുമ്പോൾ ഒരു പീസ് ഈ വശത്തേക്ക് എടുക്കും. എന്നിട്ട് സ്റ്റിച്ച് വരുന്നത് ഈ ഒറ്റ പീസ് ഉള്ളത് ഇങ്ങനെ നടക്കാം. സ്റ്റിച്ച് അടിഭാഗത്തേക്ക് വരണം. എന്നിട്ടൊന്ന് ചുറ്റും അടിച്ചെടുക്കാം. വെട്ടി കൊടുക്കും. അടുത്തത് അതേപോലെ തയ്ച്ചെടുക്കും. ഇനി ഇത് ഫ്രണ്ട് പീസിൽ വെച്ചടിക്കും. ഇതുപോലെ അടിച്ചെടുക്കാം. പിന്നെ നമുക്ക് കുക്ക് വയ്ക്കാനുള്ള പീസ് അടിച്ചു കൊടുക്കാം. വരുന്ന പീസ് വെട്ടി കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വയ്ക്കും. അപ്പം നേരെ ഇങ്ങനെ തിരിച്ച് പതിച്ചടി വെക്കും. എന്നിട്ടിതിങ്ങനെ തിരിച്ചു വെച്ച് ഒരു മടക്കി ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത്
പീസ് ഇച്ചിരി വീതി കുറച്ച് എടുക്കണം. ഇനി കൊളുത്താനുള്ള പീസ് വയ്ക്കുമ്പോൾ അത് ഇതിനെക്കാട്ടി ഒരു ഇച്ചിരിയും കൂടെ വീതിയിൽ വെട്ടിയെടുക്കാം. എന്നിട്ട് ആദ്യം ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം നല്ല ഭാഗമല്ലേ ഇങ്ങനെ നേരെ തിരിച്ച് വയ്ക്കാം. എന്നിട്ട് ഉൾവശത്തുനിന്ന് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാം. നേരത്തെ ചെയ്താൽ തന്നെ അതിലേക്ക് മടക്കി വെക്കുക. ഇത് പതിച്ചടിക്കണ്ട, നേരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതില്ലേ ഇത് ഈ സ്റ്റിച്ച് ചെയ്തോട്ട് വെച്ച് ചോക്ക് കൊണ്ട് വരച്ചിട്ട് കൊടുക്കാം. കൊടുക്കാനുള്ള എന്താ പറയുക വയ്ക്കാനുള്ള സംഭവം ടൈമർ. അഞ്ചെണ്ണമായിട്ട് തയ്ച്ചിട്ടുണ്ട്. 5 കൊളുത്തിന് ബാലൻസ് വന്ന പീസ് വെട്ടിക്കൊടുക്കാം. ബ്ലൗസിൻ്റെ ബാക്ക് വശത്ത് ബാക്ക് പാർട്ടാണ് അത്. ബാക്കിൻ്റെ നല്ല വശം ഫ്രണ്ടിൻ്റെ നല്ല വശം ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. ഷോൾഡർ എന്നിട്ട് തയ്ക്കുക. രണ്ടടി ശേഷം നെക്കടിക്കാൻ വേണ്ടി വെച്ച് പൈപ്പിംഗ് വെട്ടിയില്ലേ അത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. പൈപ്പിംഗ് ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് വെച്ച് ബ്ലൗസിൻ്റെ നല്ല വശത്ത് പൈപ്പിംഗ് ഇങ്ങനെ കഴുത്തിൻ്റെ അറ്റത്ത് വെച്ചിട്ട് വെച്ചെടുക്കാം.
ബാക്കി വന്ന പീസ് ഒട്ടിക്കുക. എന്നിട്ട് അങ്ങനെ വെട്ട് കൊടുക്കണം, അല്ലെങ്കിൽ തടിക്കുമ്പോൾ കറക്റ്റിന് വരും. ചുളുങ്ങിയിരിക്കും. ഇതിങ്ങനെ ഉള്ളിലോട്ട് മടക്കിയിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കിയിട്ട് നല്ലപോലെ പതിച്ചടിച്ചെടുക്കും. വരുന്ന പീസ് ഇങ്ങനെ കെട്ടിക്കൊടുക്കും. നമുക്ക് കൈ അടിക്കും. മടക്കി അഴിക്കാനുള്ള വെള്ളം അതുപോലെ മറ്റേ കൈയും അടിച്ചു കൊടുക്കാം. കൈ ജോയിൻ ചെയ്ത് കൊടുക്കാം. കൈക്കുഴി ഇറക്കി വെട്ടിയ ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കാം. അളവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് അടിച്ചു. അതേപോലെ സൈഡും അടിച്ചു വെക്കാം. ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ബ്ലൗസ് ഇനി കഴുത്ത് ഹെമ്മിങ് ചെയ്യാണ്ട്, കൊളുത്തും വയ്ക്കാണ്ട്, കൈയും തുന്നുന്നുണ്ട്. അതും കൂടെ ചെയ്യണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.